ഇപ്പോൾ സതയം കാണുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറിന് നല്ലൊരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ക്രൈമേ നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സതയം കണ്ട് അവസാനിപ്പിക്കുമ്പോൾ. ഷാഹി കബീർ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കത്തല്ല. ഞാൻ ആ കഥാപാത്രത്തെ കാണുന്നുള്ളേ ഉള്ളല്ലോ. അത് അതിനപ്പുറം അയാൾ ആ ചിന്തയിലൊന്നും ഞാൻ പറ്റില്ല. ഞാനത് കണ്ടു എൻജോയ് കിട്ടുന്നു, ഫീല് കിട്ടുന്നു. നമുക്കിപ്പം തിരുത്തലല്ലോ നമ്മുടെ പണി. അപ്പം ആ കഥാപാത്രം അങ്ങനെയാണ്. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഓരോ മനുഷ്യൻ മാറുന്നതെന്ന്. എല്ലാവരും പറയാറുണ്ട്, രണ്ട് പൊളിറ്റിക്സിലാണല്ലോ, മനുഷ്യൻ നന്നായ സമൂഹം നന്നാവുമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ്. സമൂഹം നന്നായാലേ മനുഷ്യൻ നന്നാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് രണ്ട് പൊളിറ്റിക്സാണ്. അപ്പോൾ സമൂഹം നന്നാത്തോടത്തോളം കാലം മോശം മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കും. ഈ മോശം മനുഷ്യരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കുന്ന എഴുത്ത് ഈ MT സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോശം മനുഷ്യരെന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യമാണ്. മോശം എന്ന് പറയുമ്പോഴും എഴുത്തിലെപ്പോഴും ആ സമൂഹം അല്ലെ ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അതിനെയാണല്ലോ, അതൊരു മോശമെന്നല്ല പറയുന്നത്. പക്ഷേ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതാണ് ആക്ച്വലി അത്. കാരണം അയാൾ ഇങ്ങനെ ആയത് ഇന്ന കാരണം കൊണ്ടാണ്. ചുറ്റുമുള്ള സൊസൈറ്റി മനുഷ്യരുമാണ് അയാളെ അങ്ങനെ ഡീൽ ചെയ്യുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട്, അതായത് ഒരു ഇൻട്രോ, പിന്നെ ഒരു ക്ലൈമാക്സ്, ഏറ്റവും അവസാനം പ്രതികാരം ചെയ്തിട്ട് ഇങ്ങനെ ലോങ് ഷോട്ടിൽ നെഞ്ഞു മിരിച്ച് നിൽക്കുന്ന നായകൻ, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ. അത് തിയേറ്ററിന് വേണ്ടി എഴുതുമ്പോൾ അങ്ങനത്തെ ചില എലമെൻറ്റുകൾ വേണം, അത് വരുന്നതാണോ അതോ ബോധപൂർവ്വം അങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്നതാണോ? തിയേറ്റർ എന്നുള്ള ചിന്തയായിരുന്നു. ഞാൻ ഭയങ്കര പേസുള്ള പടമായിരിക്കണം. ഇപ്പോൾ എൻ്റെ ബാക്കി പടങ്ങൾക്ക് അറിയാമല്ലോ, പേസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സിനിമ ശരിക്കും ഇത്രയേ ഉള്ളൂ, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആണ്. അതിനപ്പുറം അതിന് ലൈഫില്ല. ഒരു കൊമേഴ്ഷ്യൽ സക്സസിൻ്റെ ഫോർമുലകളുണ്ടല്ലോ. പലപ്പോഴും നമ്മളെപ്പോഴും വിജയിക്കുന്ന സിനിമ നോക്കിയാൽ അത്യാവശ്യം ക്രിഞ്ചും ക്ലീഷകളെല്ലാം ഉള്ള സിനിമകളാണ് ഇവിടെ കൊമേഴ്ഷ്യലി സക്സസ് ആകുന്നത്. കുറച്ച് മാറ്റവും കുറച്ച് അതും ഇല്ലാതെ അത്ര സിനിമകൾ വർക്കാവില്ല. നമ്മളെല്ലാം പുതിയതായിട്ട് പറഞ്ഞ ആൾക്കാർ എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് അറിയാം, ഇയാൾ നേരിടും, ഇയാൾ പോകും, ഇയാൾ പിടിക്കും, ഇയാൾ വിജയിക്കും എന്നൊക്കെ അറിയാവുന്നതാണ്. ഇനി ഞാൻ എഴുതിയ പടമായതുകൊണ്ട് മാത്രം ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടല്ലോ അവസാനം ചാക്കോച്ചൻ എന്തെങ്കിലും പറ്റുമെന്ന്. നായാട്ടിൽ അവർ ഒന്ന് നുണ പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നിന്നിരുന്നെങ്കിൽ എല്ലാ കുറ്റവും ജോജിൻ്റെ അടുത്തിട്ടിട്ട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കണ്ണാടി നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ഈ പ്രശ്നം നേരിടുന്നില്ലാത്ത രീതിയിൽ ഒരു കൈൻഡ് ഓഫ് ഹാപ്പി എൻഡിങ് അവിടെ പോസിബിൾ ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാൻ എന്തിനാ ഇപ്പോൾ അവരതങ്ങനെ ചെയ്തതെന്ന്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ ഒരു പുഷ് എടുക്കണമല്ലോ. ഇത് കൺവെൻഷൻ അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയേറ്റർ സാധ്യത, അതിൻ്റെ വർക്കാവോ, ഇത് വിജയിക്കുമോ, ആളുകൾ ഇത് ഉൾക്കൊള്ളുമോ, ആ ചിന്തകളിലൂടെയൊക്കെ ആ ബസ്സിനകത്ത് രണ്ടുപേരെ ഇരുത്തുന്ന സമയത്ത് ആ സീൻ എഴുതുമ്പോൾ ഷാഹി കബീർ കടന്നു വരുന്നു. നമുക്ക് വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്കാവുന്നൊരു സിനിമയാണ്. ജോജിൻ്റെ മരണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് എക്സ്റ്റൻഡഡ് ത്രിൽ, കൊമേഴ്ഷ്യൽ ത്രിൽ, ടേൺസും ട്വിസ്റ്റും ആക്ഷനും ഒക്കെ വെച്ചിട്ട് പോകാവുന്നൊരു കഥയായിരുന്നു. പക്ഷേ ആ സിനിമ അങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് ഡയറക്ടർ കൂടെ നമുക്കിങ്ങനെ തീർത്താൽ മതി, നമുക്കിങ്ങനെ തീർക്കാം എന്ന് പറയാനുണ്ട്. കാരണം ഞാൻ ഈ സിനിമയിൽ എഴുതിയെങ്കിൽ, ഞാനാണ് ഡയറക്റ്റ് ചെയ്തതെങ്കിൽ എന്താണോ ചെയ്യുമെന്നൊരു ചോദ്യം വന്നു. ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഇതൊരു വിജയമൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും സ്റ്റേറ്റിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല പോലീസുകാരന്. സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്കാം. മാനേജർ പറഞ്ഞു വേണ്ട, റിയൽ പരിപാടി പിടിച്ചാൽ മതി, എന്തായാലും നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് വന്നതിന് അതിനുവേണ്ടി ഒരു മാറ്റം വേണ്ട എന്ന് മാട്ടിച്ചേട്ടനും പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവർ രണ്ടുപേരെ ഇരുത്തിയത്. ഇപ്പോൾ അവർ സമ്മതിച്ചോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അവർ പറയുമോ ഇല്ലയോ. കാരണം ഓരോ മനുഷ്യരാണ്. നിങ്ങൾ ചാക്കോച്ചൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ നിങ്ങൾ എന്തെടുക്കുമോ അത് നിങ്ങളുടെ സ്വഭാവമാണ്. ഓരോരുത്തർക്കും അങ്ങനെ ചിന്തിക്കാമല്ലോ. നിങ്ങളാണ് എന്തെടുക്കും എന്നുള്ള ചിന്തകളാണ്. അതൊരു ശരി തെറ്റുകളുടെ ചോദ്യമാണത്. നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരത് ചെയ്യും, ചെയ്തിട്ട് രക്ഷപ്പെട്ടാനെ. ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എഴുതിയിട്ടുള്ള 4 സിനിമകളുണ്ടല്ലോ, അതിനൊരു തുടർച്ച എന്നുള്ള രീതിയിൽ ഏതെങ്കിലും സിനിമയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? ആക്ച്വലി നായകൻ്റെ ആഗ്രഹമുണ്ട് ആ ക്യാരക്ടേഴ്സ് ഇനിയും വേറൊരു വേൾഡിൽ ട്രാവൽ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും ഈ ദുരന്തങ്ങളോട് അങ്ങനെ. സർ കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, അങ്ങനത്തെ അല്ല. ഞാൻ അത് നായായിട്ടൊരു പൊളിറ്റിക്കൽ പടം തന്നെയാണല്ലോ, അഗൈൻസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. സോ ഇനി അവർ ട്രയലിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളുണ്ട്. കോടതിയിൽ ചെന്നാൽ അവരെങ്ങനെ എന്താവും, കോടതിയിൽ ട്രയലുകൾ എങ്ങനെ ആയിരിക്കും എന്നൊരു കൗതുകമുണ്ട്. ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ട് വേണേൽ നായകനെ കാണാൻ അടുത്ത അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് നല്ലൊരു സാധ്യതയാണ്. ആളുകളുടെ അടുത്തൊരു കഥ പിച്ച് ചെയ്യാൻ നേരത്തെ ഇപ്പം പല ആളുകൾക്ക് പല രീതികളുണ്ടല്ലോ. ഇപ്പം നഹാസ് ഹിദായത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് മൊത്തം സ്ക്രിപ്റ്റ് ഒരു 6 വെച്ച് ഒരു സ്പീക്കർ വെച്ചിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ തരുൺമൂർത്തി ഒരാളുടെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഹിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു 1 ലൈനിൽ കഥ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മൃഗയൊക്കെ ഒരു നാട്ടിൽ ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു, അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു ആ നാട്ടുകാർക്ക്, അങ്ങനെ ഒരു 1 ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തോ ഒരു ഡയറക്ടറുടെ അടുത്തോ ഇപ്പോൾ ഷാഹി കബീർ എങ്ങനെയാണ് ഒരു കഥ പോയി പറയുക? ഒരു 1 ലൈൻ ഉണ്ടായിരിക്കുമോ അതോ ഒരു ക്യാരക്ടറാണോ ഉണ്ടാവുക? 1 ലൈനുകളിലാണ്. 1 ലൈൻ തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്. കാരണം
ഇപ്പം 3 പോലീസുകാർ വേട്ടയാടപ്പെടുന്നു. നായട്ടതാണല്ലോ. ഓക്കെ. വേട്ടക്കാർ ഇരകളാവുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ അതിൻ്റെ മിനിമലേ ഉള്ളൂ. ഇന്നണക്ക് ഒരു സാഹചര്യത്തിൽ ഇന്നണക്ക് 3 പോലീസുകാർ പ്രശ്നത്തിൽപ്പെടുന്നു. ഇപ്പോൾ ജോസഫിനാണെങ്കിൽ റിട്ടയർഡായ പോലീസുകാരൻ കുറ്റാന്വേഷണമായിരുന്നു, ഭാര്യയുടെ മരണം അന്വേഷിക്കാൻ ഇറങ്ങുന്നു ആക്സിഡൻറ്റിൻ്റെ അടുത്ത്, എന്ന് വെച്ചാൽ എക്സ് വൈഫിൻ്റെ. അങ്ങനെ 1-2 വൺ ലൈനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ വൺ ലൈൻ കേട്ടിട്ട് ആളുകൾ ഇമ്പ്രസ്ഡ് ആവുമോ, അതോ വൺ ലൈനിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പറയുമോ, അങ്ങനെയാണോ ചെയ്യാൻ? ഇല്ല, അതൊരു വിശ്വാസമുണ്ട്. ഇപ്പം ജോജുനൻ്റെ അന്ന് ജോസഫ് പറയുമ്പോൾ വിശ്വാസമുണ്ട്, അല്ല നായാട്ട് പറയുമ്പോൾ മാർജിൻ്റെ വിശ്വാസമുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിൽ ജസ്റ്റ് ഇനിഷ്യൽ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു, ഇതിൻ്റെ തുടക്കം പറഞ്ഞപ്പം ഓക്കെ ആയിരുന്നു. അത് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് പടം വിജയിക്കുന്നിടത്തോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടോ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഈ എഴുത്തിലൊക്കെ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം അങ്ങനത്തെ 2 വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മുകുന്ദൻ്റെ കഥകളിലെ ക്യാരക്ടേഴ്സ് നായകന്മാർ ചവക്ക് വലിച്ചു നടക്കുന്ന നായകന്മാരായിരിക്കും. ഇപ്പം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നീട് ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ, അതായത് അമ്മയെ തള്ളാന്ന് വിളിക്കാൻ പറ്റുമോ, അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് മാറി എഴുത്തുകൾ മാറി സുഭാഷ് ചന്ദ്രൻ കാലഘട്ടത്തൊക്കെ. അപ്പം അതുപോലൊരു കൈൻഡ് ഓഫ് മാറ്റം ഇപ്പോൾ പണ്ട് പോലീസുകാരൻ ഒരിക്കലും ഒരു ഗർഭിണിയാണെന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വയറ്റത്തേക്ക് ചവിട്ടുന്ന ഒരു നായകനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പോലീസ്. അങ്ങനെ ഒരു സീൻ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, ഇത് ശരിയാവുമോ എന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പിന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്, അവർ പറയുന്നത് ശരിയല്ലാന്ന്. അങ്ങനെ എഴുതുമ്പോൾ അത് ശരിയാവുമോ, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, അങ്ങനത്തെ ചിന്തകളുണ്ടായിരുന്നു? അതോ അങ്ങനെ ഒരു ഷോക്ക് വാല്യൂ വേണം, അത് തന്നെയായിരുന്നു? ഒന്ന് അങ്ങനൊരു സീനിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചൻ ഭയങ്കര സോഫ്റ്റായ മനുഷ്യനാണ്. ചാക്കോച്ചൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചാക്കോച്ചൻ അങ്ങനൊരു ഓപ്പണിങ് ചാക്കോച്ചന് കൊടുത്തില്ല. എത്ര റഫായിട്ട് അത് പെട്ടെന്ന് ഇയാൾ ഇതാണ് ഞെട്ടിക്കുക. പിന്നെ നമുക്കത് കാരണങ്ങൾ പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ചാക്കോച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചാക്കോച്ചൻ ഇത്രയും റഫായിട്ട് അഭിനയിക്കുമായിരുന്നു, ചിലപ്പോൾ ഞാൻ ആ സീൻ ഫസ്റ്റ് ഷോ അത് എഴുതില്ലായിരുന്നു. പുള്ളി എന്നിട്ട് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു. മീൻസ് അല്ലെങ്കിൽ ഒരു ഞെട്ടീര് വേണം നമുക്ക്, റഫാക്കാൻ വേണ്ടിയുള്ളൊരു ഞെട്ടീരായിരുന്നു അത്. നമ്മളിപ്പോൾ സിനിമകളിൽ എഴുതുന്ന നേരത്തെ സ്ത്രീകളെ ഇങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല, സ്ത്രീകളെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് ഒരു ഐറ്റം സോങ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. ഈ സ്ത്രീകളെ കഥാപാത്രങ്ങളാക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രത്യേക മുന്നൊരുക്കങ്ങൾ വേണമെന്നൊക്കെ ഷാഹി വിചാരിക്കുന്നുണ്ടോ? എൻ്റെ സിനിമകളിൽ സ്ത്രീകൾ വളരെ കുറവാണ്. അതാ ഞാൻ അതുകൊണ്ടാണ് ഒഴിവാക്കിയെന്ന് വിചാരിച്ചത്. അല്ല, അത് കൊണ്ടല്ല, സ്ത്രീകൾ കുറവാണ്. 2, ഇതിപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറഞ്ഞു. കാരണം ഒരു സമയത്ത് ഇത് ഭീകരമായി എല്ലാവരും നല്ലവർ, എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഇപ്പം ചില തമാശകൾ അത് ഭയങ്കര ബോഡി ഷെയ്മിങ്. എനിക്കറിയില്ല കേട്ടോ അതൊന്നും. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെയാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഓരോ സമയത്തും ഓരോ ഏജിലും ഓരോ രീതിയിലായിരിക്കും മനുഷ്യരാണ്. ഒരു സ്വാതന്ത്ര്യം അല്ലാതെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ സിനിമ ചെയ്യും. സിനിമയ്ക്ക് എപ്പോഴും ഒരു ഷെയ്ഡുണ്ടല്ലോ, നല്ലതും ചീത്തതും ഷെയ്ഡുണ്ടല്ലോ. ആ ഷെയ്ഡ് പറയാതെ നമുക്കെല്ലാം വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒരു സിനിമയൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഒരു സ്ത്രീ കഥാപാത്രം മോശമായിട്ട് എഴുതേണ്ടി വന്നാൽ മോശമായിട്ട് എഴുതേണ്ടി വരും, അവരുടെ ക്യാരക്ടറാണത്. അത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല പറഞ്ഞു വെക്കുന്നത്. ഇപ്പം നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ചാക്കോച്ചൻ ചെയ്ത ഹരിശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും അങ്ങനെ ഒരു പോലീസുകാരനെ കിട്ടില്ല. ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വയറ്റത്ത് ചവിട്ടില്ല, കാരണം പണി പോകുന്ന പരിപാടിയാണത്. ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് ചാക്കോച്ചൻ്റെ ആ കേരള പോലീസ് മൊത്തം മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ ചെയ്യില്ലത്. രഞ്ജേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്, ഇപ്പം പോലീസ് ഷിപ്പിൻ്റെ മേളിൽ കാലെടുത്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു നായകൻ നാട്ടിൽ നടക്കില്ലെന്നറിയാം. അത്രയുള്ള സിനിമയാണ്. അതിനെ സിനിമയായിട്ട് കണ്ടാത്തിരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഒരു സമയത്ത് ഈ പൊളിറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ട് കീറി മുറിച്ച് പണ്ടെഴുതിയ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ കഥ എഴുതുന്നതാണ്. അന്നത്തെ സക്സസ് ഫോർമുലകളും സിനിമകളും എല്ലാമാണ്. ഇത് മതേതരത്വം എഴുതി കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ഏത് സിനിമ എടുത്താലും മതേതര മൂല്യങ്ങളും എല്ലാ കഥാപാത്രങ്ങളും സ്നേഹനിധികളും. ഇപ്പോൾ ഇരുന്ന് അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. അന്നത്തെ കാലത്ത് വർക്കായതോ അന്നത്തെ കാലത്ത് ചിലപ്പോൾ സൊസൈറ്റി അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിരുന്നിരിക്കാം. അപ്പോൾ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് സിനിമ പറയും. അപ്പം നമ്മൾ ഇന്നിരുന്നിട്ട് പഴയത് അത് റോങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ ജഡ്ജ് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കത്ര വർക്കാവാത്തതാണ്. ഈ ആർട്ട് ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല അങ്ങനെയാണോ വിചാരിക്കണേ? എന്തിനാണ് ഞാൻ പറഞ്ഞിട്ട് ഇതൊരു സിനിമയാണ്, ഇത് കച്ചവടം കൂടാണ് ഇത്. അല്ലെങ്കിൽ എനിക്കൊരു ലേഖനം എഴുതിയാൽ പോരെ, പൊളിറ്റിക്കൽ ലേഖനം എഴുതിയാൽ പോരെ. ഇന്ന സ്റ്റേറ്റ് ഇങ്ങനെയാണ്, സ്റ്റേറ്റ് ഇങ്ങനെ ചിട്ടയിലാണ് വളർന്നത്, പോലീസുകാർക്ക് സ്വാതന്ത്ര്യമില്ല, പോലീസുകാർ ഇന്ന പ്രശ്നങ്ങളിൽ പെടുന്നു എന്ന് ഒക്കെ പറഞ്ഞാൽ ലേഖനം എഴുതിയാൽ പോരെ. എന്തിനാണ് ഒരു നായായിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്യുവർ പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ ആ പണി ചെയ്താൽ മതി. അതെങ്കിലും എനിക്കൊരു കഥ എഴുതിയാൽ മതി. വായിക്കുന്നവർക്ക് വായിക്കാം, നിങ്ങളുടെ ഇഷ്ടം. എനിക്കെല്ലാം
ഡീസൻ്റായിട്ട് ചെയ്യാം. സിനിമയല്ല, സിനിമയെ കുറേ ഹൈ ഇറക്കം കയറ്റം, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യണം, ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കഥയാണെന്ന് ആൾക്കാർ തോന്നണം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിൻ്റെ ഇടയിൽ കൂടെ കഥ പറയുമ്പോൾ ഈ സമൂഹം നമ്മൾ കാണുന്നതാണ്. നമ്മൾ പത്രത്തിൽ വായിക്കുമ്പം എത്രയോ ക്രിമിനൽ കാര്യങ്ങളിൽ സ്ത്രീകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. യെസ്, ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ സ്ത്രീകളൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിലുണ്ട്, കഥകൾ നമ്മൾ വായിക്കുന്നതാണ്. ഇപ്പോൾ ലഹരിയുടെ കാര്യം പറയുന്നത് നമ്മളെല്ലാം മൊബൈലിൽ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അത് വിറ്റഴി പെൺകുട്ടികളെ അർച്ചിത വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ മോശമാക്കാൻ അങ്ങനത്തെ പ്രവൃത്തി ചെയ്യിപ്പിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. നമ്മളതൊരു കഥയാണത്, അല്ലാതെ ആരെയും മോശമാക്കാൻ വേണ്ടിയൊന്നും അല്ലത്. ഷായി ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഈ വില്ലൻ ഗാങ്ങിനും പിന്നെ ഒരു ആരാധന ഉണ്ടാവുകയും അവർ ചെയ്യുന്ന ചില ഷോർട്സൊക്കെ നല്ല രസമായിട്ട് സ്റ്റൈലൈസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്സ് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ഒരു കൈൻഡ് ഓഫ് ഫാൻ ബേസ് ഉണ്ടാവാൻ തുടങ്ങി. അത് ആർട്ടിസ്റ്റ് വർക്കാവുന്നതാണ്, അല്ലാതെ അതുകൊണ്ട് ആ സിനിമയെ നമ്മൾ എവിടെയെങ്കിലും കാണിച്ചു അവരെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് റോങ്ങായി ലൈഫിൽ പോയ മനുഷ്യർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്ന കഥയിൽ അവർ മോശമാണെന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ഭംഗി ആരെങ്കിലും പിന്തുടർന്നാൽ അത് അവരുടെ ബോധനിലവാരത്തിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റോന്തിൽ കുറേ കൂടിയൊക്കെ ഹ്യൂമറും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊരിടത്ത് പറയുന്നത് കേട്ടു. അങ്ങനെ ഈ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ അങ്ങനെ തമാശകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റർ മൊമെൻറ്റ്സ് അത് പോലീസ് ജീവിതത്തിൽ സാധ്യമായിരുന്നോ? ചെറിയ കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തോന്നും വഴിയിലിറങ്ങാൻ നേരമൊക്കെ. അത്രയും ചെറിയ 1-2-3 ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു വലിയ ഹ്യൂമർ പടമൊന്നും അല്ല. പിന്നെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. റോന്തൊരു കുറ്റാന്വേഷണ സിനിമയല്ല, ത്രില്ലറല്ല, ഡ്രാമയാണ്. എന്നീന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു ഡ്രാമയാണ്. ഷഹീൽ, ഈ ത്രില്ലറും ഡ്രാമയുടെ അപ്പുറത്തെ ആളുകൾ മരവിപ്പും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞൊരു ഷോക്ക് വാല്യൂ. ഇപ്പോൾ ജോസഫിൽ നായകനങ്ങ് മരിക്കുകയാണ് തലക്കടി കൊണ്ടിട്ട്, അത്രയും മൃഗീയമായിട്ട്. നായാട്ടിൽ അവരിഞ്ഞ് എന്താവുക എന്നുള്ള മരവിപ്പുണ്ട് നമുക്ക്. അല്ലെങ്കിൽ തൂങ്ങിയാടുന്ന ജോജുവിൻ്റെ കഥാപാത്രത്തെ കണ്ടിട്ട് നമുക്ക് മരവിപ്പുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മകളാണ് മരിച്ചു പോയിട്ടുള്ളത്. അതിൽ നിന്ന് അവർ ഓവർകം ചെയ്യുമായിരിക്കും, എന്നാലും ആ മരണത്തിൻ്റെ മരവിപ്പ് നമുക്കുണ്ട്. ഇതിൽ റോന്തിലും പിന്നെ ഈ മരവിപ്പിന് സാധ്യതകളുണ്ടോ? മറ്റു പടങ്ങളിൽ അത്രയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും എലവിടാപ്പുഞ്ചിനുള്ള ട്രോമയൊന്നും ആർക്കും ഞാൻ മറന്നു, അതിൻ്റെ അത്ര ട്രോമയൊന്നും ഉണ്ടാകത്തില്ല. അതെല്ലാവർക്കും കുറച്ച് അധികം ആൾക്കാർക്ക് ട്രോമയായിട്ട് പറഞ്ഞു. എനിക്കൊന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി സാറ്റിസ്ഫൈങ് ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി വ്യക്തിപരമായി അല്ല, സിനിമ വിജയിച്ചത് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കൊമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ആയിരുന്നു. നമുക്ക് ചില സമയത്ത് തോന്നി, ഇപ്പം ജോസഫിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മളെയും ഇത് ചില തരത്തിൽ ഭയങ്കര ഡാർക്കാണല്ലോ. എന്നോട് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് ഇനി മേലെ ഇത്തരം പടങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞു, ഇങ്ങനത്തെ പടങ്ങൾ. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒരു രസമുണ്ട്, ചാക്കോച്ചൻ്റെ ഭാര്യ ഉണ്ടല്ലോ പ്രിയ. അപ്പം പടം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞപ്പോൾ പറയാം, പ്രിയയുടെ ഒരു ഫാമിലി സുഹൃത്ത് പടം കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ ഇൻ്റർവെൽ ആയപ്പം അവർ പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടി അറ്റാക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും, ഇനി എങ്ങനെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കല്ലറ കഥയുടെ സെക്കൻഡ് ഹാഫ് ഒന്ന് എഴുതി വെച്ചേക്കണേ പ്രിയ പറഞ്ഞു എഴുത്. പക്ഷെ അത് ഹാർഡായിരുന്നു, ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഭയങ്കര ശ്വാസം ബ്രീത്തൊക്കെ എടുക്കാൻ പറ്റാതാണ് പലരും കാണേണ്ടി വന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത്ര ഹെവി ആയിരുന്നു ആൾക്കാർക്ക് കിട്ടിയെന്നൊരു തോന്നൽ. ഹാർഡ് ഹിറ്റിംഗ് ഫേസ് എപ്പോഴാണ് തുടങ്ങിയത്? ഇപ്പോൾ നമ്മൾ ഈ ഓൾഡ് ബോയ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ സാർ? എന്താ ഇപ്പോൾ അയാൾ നാക്കില്ലാതെ ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിനപ്പുറത്ത്? ഓൾഡ് ബോയ് കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. അങ്ങനെ വേദനിക്കപ്പെടാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടിരുന്നൊരു ഷാഹിയുണ്ടോ? ഞാൻ വേറൊരു തരത്തിൽ ഇഷ്ടമുള്ള സിനിമകൾ, എനിക്ക് പൊളിറ്റിക്കൽ സിനിമകൾ ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ. പൊളിറ്റിക്കൽ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ രാഷ്ട്രീയം പറയാൻ വേണ്ടി രാഷ്ട്രീയം എടുക്കുന്നതല്ല. എനിക്ക് ആദ്യമായിട്ട് അല്ലേ ഇങ്ങനൊരു വേറൊരു തരം സിനിമകൾ, നമ്മൾ തിയേറ്ററിൽ കാണുന്ന സിനിമകളിൽ നിന്ന് മാറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെയും സിനിമ ഉണ്ടല്ലേ എന്ന് വിചാരിക്കുന്നൊരു സിനിമയാണ് മക്മൽ ബഫിൻ്റെ കണ്ടഹാർ. എനിക്ക് കുറച്ച് ഇറാനിയൻ സിനിമകളുടെ അല്ലെ അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ്. അത് അങ്ങനത്തെ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഭയങ്കര രസമാണ്. അവർ കഥാപാത്രങ്ങളെ പറയുന്നുള്ളൂ, പക്ഷേ അതിൽ ആ സ്ഥലങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പറയുന്ന ഇപ്പം കാഫർനാം, എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ്. പിന്നെ ഞാൻ ഡാർക്ക് സിനിമകൾ കാണാറില്ല. എഴുത്തിലപ്പോൾ എങ്ങനെ ഡാർക്ക് വരുന്നത്? അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്കത് താങ്ങാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും, എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷയം എഴുതുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതങ്ങനെ ആവുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊക്കെ കാണുന്ന ഡാർക്ക് സിനിമകളുടെ സ്വഭാവമൊക്കെ അതേപോലെയൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കാണാത്ത ആൾക്ക് ഇത് വരുന്നത് രസമായിട്ടുള്ള കാര്യമാണല്ലോ. അത് ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഡാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഒരു കഥ നമ്മൾ ചെയ്യുന്നു, അത് അങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്നതല്ല ഇതൊന്നും. സിറ്റുവേഷൻസ് വെച്ച് നമ്മളങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നതല്ല, അല്ലാതെ എന്നാ ഇതിരിക്കട്ടെ എന്നുള്ള. പിന്നെ ഒരു കാര്യമുണ്ട്, ടെൻഷനാണ്, എൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പം മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം ഇതിലെ കഥാപാത്രങ്ങളെയോ കഥയോ കുറിച്ചൊന്ന്
ആൾക്കാരുടെ തലയ്ക്കകത്ത് വേണമെന്നൊരാഗ്രഹമുണ്ട്. സോ ആ ആഗ്രഹം കാരണമാവാം മേ ബി ഡാർക്കായി പടങ്ങൾ എൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര ചിരിച്ചിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിരി അങ്ങ് പോകും. പക്ഷെ കുറേ കൂടെ ഹോൾഡ് ചെയ്യുന്നതാവുന്നത് എപ്പോഴും വിഷമമുള്ള പടങ്ങൾ. മഴയുണ്ട് നന്നായിട്ട്. ആളുകൾ തിയേറ്ററിലേക്ക് മഴയെ അതിജീവിച്ച് വരുമോ? ആ ഭയങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ആൾക്കാർ കാണാൻ ശ്രമിക്കും. ഇപ്പം എനിക്കൊന്ന് ജോസഫ് ഇതേ കണക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള സമയത്തായിരുന്നു. ഹർത്താലുള്ള ദിവസം റിലീസാവുന്നത്. ഹർത്താലിന്റെ സമയമായിരുന്നു, പിന്നെ മഴയുണ്ടായിരുന്നു. ഷാഹിയുടെ എഴുത്തിൽ പരാജയപ്പെട്ട നായകന്മാരാണുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഈ പരാജയപ്പെടുക എന്നുള്ളത് വളരെ നാച്ചുറലി എഴുത്തിൽ വരുന്നൊരു എലമെന്റ് ആണോ? എനിക്ക് ചിലപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളുടെ പ്രശ്നമായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങൾ നല്ലതാണ്. കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എല്ലാം വിജയിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നതിനപ്പുറം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ തന്നെ ആയിരിക്കാം അത്തരം കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ള, അല്ലെ എല്ലാത്തിനെയും എതിർത്ത് വിജയിക്കാനൊന്നും പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം എന്ന് കരുതുന്നു. നായകന്മാരൊക്കെ അങ്ങനെയാണ്, മനുഷ്യരായിട്ടേ കാണുന്നുള്ളത്, നായകനായിട്ട് കാണുന്നില്ല, എല്ലാവരും മനുഷ്യരാണെന്നുള്ള രീതിയിലാണ് കഥകൾ സെറ്റ് ചെയ്യാറുള്ളത്. ഈ റോന്തിനകത്ത് നിരീക്ഷണ പാഠവും വേണം ഒരു പോലീസുകാരനെന്ന് പറയുന്നൊരു വരിയുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഒരാൾ നിരീക്ഷിക്കുന്നതും ഒരു പോലീസുകാരൻ നിരീക്ഷിക്കുന്നതും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവുക? പോലീസുകാരൻ്റെ ജോലി തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരന് ഇപ്പം അവർക്ക് ആ താല്പര്യമുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്താൽ മതി. പോലീസുകാരനെ സംബന്ധിച്ചുള്ള ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ നൈറ്റ് പെട്രോളിംഗ് ആണെങ്കിൽ ആ വഴി നിൽക്കുന്ന മനുഷ്യർ അവിടെ എങ്ങനെയുള്ളതാണ് മനുഷ്യരാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അലമ്പായിട്ടുള്ള മനുഷ്യരുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ചിന്തകൾ. അത് ഓരോ സെറ്റും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കുറ്റാന്വേഷണമാണെങ്കിൽ അടുത്ത ലെവലായിരിക്കും ഒബ്സർവേഷൻ. പോലീസുകാരുടെ കഥാപാത്രങ്ങൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഈ 4 കഥകളിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മാത്രമാണ് കുറച്ച് കറപ്റ്റായിട്ടുള്ള ഒരു ഏരിയ വന്നത്. ബാക്കിയുള്ളതിൽ അങ്ങനെ കറപ്റ്റായ പോലീസുകാർ അങ്ങനെ എഴുതി വെച്ചതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ കൈക്കൂലി വാങ്ങിക്കുന്നൊരു സീക്വൻസ് ഒന്നും ആ സിനിമകളിൽ വന്നതായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് കഥകളിലൊക്കെ അങ്ങനെ ഒരു പോലീസ് ഓഫീസറൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ദുഷ്ടനായ പോലീസുകാരൻ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കഥയല്ലേ എഴുതുന്നത്, അപ്പോൾ അതിൻ്റെ അകത്ത് ആ കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ അങ്ങനെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ജോസഫ് കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ ആ സിനിമയ്ക്ക്? ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് കറപ്റ്റഡായ ഒരാളെന്ന് പറയുന്നത് അങ്ങനെ കാണിക്കുന്നുണ്ട്. മനുഷ്യരല്ലേ എല്ലാത്തിലും. ഇപ്പോൾ പോലീസും ഏത് വകുപ്പെടുത്താലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ വരുന്നത്. ഓരോരുത്തരും അവരുടെ സ്വഭാവം ഉണ്ടാകും. പക്ഷേ എൻ്റെ സിനിമയിൽ അങ്ങനെ ആൾക്കാർ വരേണ്ട സാഹചര്യം വന്നില്ല, അതുകൊണ്ട് ഇതുവരെ വന്നില്ല എന്നേ ഉള്ളൂ. സസ്പെൻഡ് ആയിട്ടുള്ളൊരു പോലീസുകാരൻ, പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര വലിയൊരു കേസ് വരുന്നു. അപ്പോൾ ഉള്ള ഫോഴ്സിൽ ആർക്കും ആ കേസ് തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ അയാൾ വരുന്നു, ആ കേസ് അയാൾ ജയിക്കുന്നു. അല്ലല്ല, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ആയിരിക്കും പലപ്പോഴും ആ കേസിൻ്റെ പ്രശ്നം. ഇങ്ങനെയായിരുന്നു പോലീസ് സ്റ്റോറികളിൽ ഒരു പൊതുധാര ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇത് എലമെൻസ് ആയിരുന്നു, കോമൺ എലമെൻസ് ആയിരുന്നു. അതെപ്പോൾ മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങി? അപ്പോൾ മുതൽ ആ എഴുത്തിൽ അത് വേണ്ടെന്ന് ബോധപൂർവ്വം ഒഴിവാക്കാൻ തുടങ്ങി? ഇത് ജോസഫ് ഫോട്ടാണ്. അപ്പോൾ ജോസഫ് എഴുതാൻ നേരം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്നോട് ഒരു കുറ്റാന്വേഷണ സിനിമ എഴുതാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എഴുതുന്നൊരു സിനിമയാണ്. അപ്പം ഇതിന് മുമ്പ് വന്ന എല്ലാം ഒന്ന് മാറാം എന്നുള്ള ചിന്തയാണ് അതിൻ്റെ അകത്ത്. ഇപ്പം ഒരു പോലീസുകാരൻ വേണേൽ ഇൻവെസ്റ്റിഗേറ്റർ ആക്കാം, വേണേൽ സസ്പെൻഷനിലാക്കാം, ചിലപ്പോൾ ലൈവ് ആക്കാം. പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ഇതുവരെ ഒരു റിട്ടയർഡായ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്കത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളുടെ സ്റ്റേഷനുകളിലെല്ലാം ഏതെങ്കിലും കള്ളന്മാരോ എന്തെങ്കിലും ബ്രേക്കിങ് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പം മുമ്പ് സ്ക്വാഡിൽ വർക്ക് ചെയ്ത ആൾക്കാരെ വിളിച്ച് അവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇറക്കാറുണ്ട്. പിന്നെ അവർക്ക് കൃത്യം അറിയാം ഇന്ന സ്ഥലങ്ങളിൽ അവരുണ്ടാവും, ഇന്ന സമയങ്ങളിൽ. അപ്പം അങ്ങനെ ഒരാൾ നായകനാണോ എന്ന് ചിന്തിച്ചു. രണ്ടാമത് ഈ പറഞ്ഞ തന്നെയാണ് നമ്മൾ കാണുന്ന മലയാളത്തിൽ എനിക്ക് തോന്നുന്നു 90% സിനിമകളിലും അവിഹിതവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ക്രൈം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മുമ്പുണ്ടായിരുന്ന സാധനങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗം ഉണ്ടായതാണ് ജോസഫ്. അപ്പോൾ ഈ വിഴപ്പുഞ്ചിറൊരു അവിഹിത എലമെന്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ചിന്തയിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നോ? സിനിമയിൽ ഒരു കേസ് അന്വേഷണം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞില്ല, എല്ലാ സിനിമയിലും കൊലപാതകം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു അവിഹിതം റിലേറ്റഡ് ആയിരിക്കാം. അങ്ങനെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. എലവിട പുഞ്ചിറ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ 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 അതെ. റോന്തിനകത്ത് ഒരു സീനിയർ പോലീസുകാരനും ഒരു ജൂനിയർ പോലീസുകാരനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അതായത് ഒരാളുടെ എക്സ്പീരിയൻസ് മറ്റൊരാളുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മ, ഇത് ജീവിതത്തിൽ നിന്ന് എത്രമാത്രം വന്നിട്ടുണ്ട് സിനിമയുടെ അകത്ത്? ഞാൻ പലപ്പോഴും ഡ്രൈവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നു. 24 മണിക്കൂർ അന്ന് ചെറിയ സ്റ്റേഷനായതുകൊണ്ട് 24 മണിക്കൂർ വണ്ടി ഓടിക്കുക, നെക്സ്റ്റ് 24 മണിക്കൂർ റെസ്റ്റ്, വീണ്ടും 24 മണിക്കൂർ വണ്ടി ഓടിക്കുക. അങ്ങനെ ഞാൻ കുറച്ചാൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുമല്ല ചങ്ങനാശ്ശേരി അതിന് മുമ്പും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റ് പെട്രോളിങ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പല ഓഫീസർമാർ വരും നമ്മുടെ ഇവിടെ, പലരും പല സ്വഭാവങ്ങളും പല രസങ്ങളും ഉള്ള മനുഷ്യരാണ്. പിന്നെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളും
പല രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതൊരു സിനിമയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റോഷൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്ന ഏറെക്കുറെ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ആളുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവാം. എന്നുവെച്ചാൽ ഫുൾ എൻ്റെ അല്ല, ഇത് പല പല സംഭവങ്ങളും പല പല പിന്നെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഥകളുണ്ട് ഇതിൻ്റെ അകത്ത്, റിയലുണ്ട്, ഫിക്ഷനുണ്ട്, എല്ലാം ഉള്ള ഒരു ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ പേരുടെ റെഫറൻസുകളുണ്ട്, അതെല്ലാം മറ്റേ ഓഫീസർമാരുടെ പലരുടെ സ്വഭാവങ്ങൾ ദിലീഷ് പോത്തന് എൻ്റെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. റോഷൻ ഏറെക്കുറെ ഞാൻ തന്നെയാണ് എന്നുള്ള രീതി കാണാം. ഈ കുഴി ചാടിച്ചിട്ടൊരു ചെറിയ വിജയം നേടിയതിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ റോഷന്, അങ്ങനെ സന്തോഷിച്ചിരുന്ന ഒരു ഷാഹി കബീർ ഉണ്ടായിരുന്നോ? തീർച്ചയായും. ചില ഓഫീസർമാർ വണ്ടി കയറിയിരുന്നങ്ങ് ഫുൾ ടൈം ഉറങ്ങും, പിന്നെ അവരുടെ പണി കൂടെ നമ്മൾ ചെയ്യണം, പട്ടാപ്പൊക്കൊപ്പിടണം എല്ലാം. അപ്പം അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ചെറുതായിട്ട് കൊണ്ട് കല്ലി കൊണ്ട് കയറ്റാറുണ്ടായിരുന്നു. രാത്രി ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മളെ അവൈക്ക് ആവുകയാണല്ലോ. അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ഇനി ക്രൈം ഉണ്ടാവുമോ, അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഈ ജ്വല്ലറിയുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ സംശയാസ്പദമായിട്ട് ആ ജ്വല്ലറി കുത്തിപ്പൊളിക്കാനായിരിക്കും നിൽക്കുക, അപ്പുറത്തെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്, അപ്പോൾ അവരെ ഇനിയിപ്പോൾ ആരെങ്കിലും അസോൾട്ട് ചെയ്യാൻ വരും. ഇത്രയൊക്കെ നമ്മളിപ്പോൾ ഞാൻ പോലീസുകാരാണെങ്കിൽ ചിലപ്പോൾ ആലോചിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഷാഹി വണ്ടി ഓടിക്കുമ്പോഴും അതങ്ങനെ ആലോചിച്ചിട്ട് തന്നെയായിരുന്നു ഓടിച്ചു പോയിരുന്നത്. ഇല്ല, അത് നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് എവറി ടൈം നമ്മൾ നോക്കുന്നില്ല. ഇപ്പം നമ്മളുടെ നൈറ്റ് പെട്രോളിംഗ് എന്ന് പറയാമല്ലോ, 10 മണിയൊക്കെ ശേഷമാണ്, ഒരു 11-12 മണിക്ക് ശേഷമാണ് വിജനമാവുന്നത്. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും കടത്തുന്നതിൽ ആരെങ്കിലും കണ്ടാൽ നമ്മൾ വിളിച്ച് ചോദിക്കും, അവർ ഡീറ്റെയിൽസ് ചോദിക്കുക, എന്താണെന്ന് ചോദിക്കും. പിന്നെ നമ്മൾ രാത്രി കാണുന്നവരെല്ലാം ചെക്ക് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ്. രാത്രി വണ്ടി അയക്കപ്പെട്ടിട്ടുണ്ടാവും, ഇതൊക്കെ നമ്മൾ എഴുതിയെടുക്കുന്നത് നാളെ എന്തെങ്കിലും പരിചയമില്ല, എന്തെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർ പോകുന്ന വണ്ടിയാവാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ റൊട്ടീനാണത്. പിന്നെ നമുക്ക് വരുന്ന കോളുകളാണ്, ഇന്ന സ്ഥലത്തൊരു വിഷയമുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ പോകുന്നു, അങ്ങനെയുള്ള പരിപാടികളാണ് നൈറ്റ് പെട്രോളിങ്. രാത്രി മൊത്തം കള്ളനെ തപ്പി നടക്കലല്ല, ചെക്ക് ചെയ്യാണ്. പിന്നെ ഈ ആരാധനാലയങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം, ATMs, ബാങ്ക്, ഇങ്ങനെ ഒരു 10-34 പട്ടാ ബുക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന ആ സമയത്ത് അവിടെ പരിശോധിച്ചു, അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ എഴുതി വയ്ക്കണം. അത് ഈ 10-36 എണ്ണം കാണും. ഈ 36 എന്ന് വെച്ചാൽ ഈ സ്റ്റേഷൻ മൊത്തം റൗണ്ട് ചെയ്യും. അപ്പോഴത്തെ ഒരു രാത്രി നമ്മൾ ഇത്ര ഒപ്പിട്ട് തീരുമ്പോൾ നമ്മൾ ആ സ്റ്റേഷൻ്റെ ഫുൾ പരിധി പോയിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഒരു 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ റീക്രിയേഷൻ, അതായത് എൻ്റർടൈൻമെൻറ്റ്, സിനിമ കാണൽ, കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കുക, അങ്ങനെയാണല്ലോ. ഇപ്പോൾ 24 മണിക്കൂറൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പിറ്റേ ദിവസത്തെ, അതായത് 24 മണിക്കൂർ ജോലി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമ്മൾ ഒന്നിനും കൊള്ളില്ല. നേരെ പോവുക, കിടക്കുക, പിന്നെ പിറ്റേന്ന് രാവിലെ ഒന്ന് ഉണർന്ന് റെഡിയായി വരാൻ നേരം അടുത്ത പണിയായി. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ആക്ച്വലി. ശരിക്കും 12 മണിക്കൂറിൽ കൂടുതലൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം പോലീസിന് മാത്രമാണ് അതില്ലാത്തത്, ബാക്കി എല്ലാ ജോലിക്കും 8 മണിക്കൂർ ഇതുണ്ട്. നമുക്കങ്ങനല്ല. 8 മണിക്കൂർ സ്റ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും 8 മണിക്കൂർ ഒരിക്കലും കിട്ടാറില്ല. ഇനി അതല്ല, ഇനി ഞാൻ ആ ഡ്യൂട്ടി അല്ല, ഡ്രൈവറുടെ പണിയല്ല ചെയ്യുന്നതെങ്കിൽ തന്നെ രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ കയറണം. എങ്ങനെയായാലും അന്ന് നോർമൽ ഡ്യൂട്ടി ആണെങ്കിൽ വൈകിട്ട് 8 മണി വരെ ആവും. അപ്പോൾ തന്നെ 12 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സമയമാവുകയും ചെയ്യും. 8 മണിയെന്നെല്ലാം പറയുന്നതാണ്. പക്ഷേ അന്ന് ഇപ്പം കേസുകൾ ഉണ്ടല്ലോ, സുമോട്ടോ കേസ് എന്ന് പറയും, ഇപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കണം. അന്ന് ആ 2 കേസ് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നിടം വരെ നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ 10 മണിയായിരിക്കും. അത് നോർമൽ പല പല ജോലിക്കും ഒരു 8 മണിക്കൂർ പണിയെടുത്ത ദിവസങ്ങളില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. മിനിമം 12 നമ്മൾ ഈ കൂട്ടുകാരൊക്കെ ചെക്കിങ്ങിനൊക്കെ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് പറയുന്നൊരു വരിയുണ്ട്, മാസാവസാനമായി അവർക്ക് ടാർഗറ്റ് മുട്ടിക്കണം എന്ന്. ശരിക്കും അങ്ങനെ പോലീസിൽ ഒരു ടാർഗറ്റ് മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടോ? എനിക്കറിയാവുന്നിടത്തോളം പോലീസുകാർ ഈ വഴിയിൽ നിന്ന്, കേരള പോലീസിൻ്റെ കാര്യം പറയാം, വഴിയിൽ നിന്ന് ഒരാളുടെ നിന്ന് ഒരു 100 രൂപ വാങ്ങിക്കേണ്ട ആവശ്യമുള്ള ഒരു പോലീസുകാരനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല കൈക്കൂലി ആയിട്ടല്ല, പെറ്റ് പിടിക്കേണ്ടത് ഒരു എണ്ണം ഉണ്ട്, അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് മാസാവസാനം ധാരണയുണ്ട് ആളുകൾ. അല്ല, അത് ഒരു സമയം വരെ കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഓരോ SIക്കും സുമോട്ടോ കേസുകൾ എന്ന് പറയുന്നത് എന്നത് പെറ്റി ഫൈനിലോട്ട് പോകുന്ന കേസുകളാണ്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരാൾ അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഉണ്ടാക്കി, അപ്പോൾ അത്തരം കേസുകൾ ഒരു 4-5 എന്തായാലും ഒരു സ്റ്റേഷനിൽ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പോലീസിൻ്റെ പണി നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ ചെക്കിംഗ് ഒക്കെ നമ്മൾ വഴി നിൽക്കുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ആണ്. നിങ്ങൾ അങ്ങനെ കൂടെ ചിന്തിക്കുക. ഈ മോശം പ്രവൃത്തികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ഒരു വലിയ മാറ്ററാണല്ലോ, അവരെ അത്ര സ്ഥലങ്ങളിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ചെക്കിംഗ് ഒരു പ്രസൻസിൻ്റെ ഭാഗമാവാം, എല്ലാം ആവാം. ഈ പോലീസ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോലീസ് ജോലിക്ക് കയറുന്നത്? അങ്ങനെ ഗുണങ്ങളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു? എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഇത്രയും ഭീകരമായ ട്രെയിനിങ് ഉണ്ടെന്നൊക്കെ. ഞാൻ ഭയങ്കര പോലീസുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോഴാണ് 210 വർക്കിംഗ് ഡേ എന്ന് പറയും, മിനിമം ഒരു 9 മാസം. ഈ സമയങ്ങളിൽ നമ്മൾ വെളിയിൽ ആരെയും കാണുന്നില്ല. രാവിലെ 5 മണിക്ക് എണീക്കുന്നു. ഞാൻ ജീവിതത്തിൽ എൻ്റെ തുണി അലക്കാത്ത ആളായിരുന്നു. തുണി അലക്കാൻ തുടങ്ങി, പാത്രം കഴുകാൻ തുടങ്ങി, ഗ്രൗണ്ടിൽ പോവുക, പരേഡ്, എക്സർസൈസ്. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലീസിലൊരു ശിക്ഷ ഒരാൾക്കല്ല, എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ്. അത് ആര് തെറ്റ് കാണിച്ചാലും
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 6 മാസം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിന് മുമ്പ് മെഡിക്കൽ റെപ്പായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടിപ്പോയ ആളായിരുന്നു. ഓക്കെ. അപ്പം സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പോകുന്നതാണ്, സേഫ്റ്റി എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ എനിക്ക് വർക്കാവുന്നൊരു സ്ഥലമല്ലായിരുന്നു പോലീസ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഈ സ്പേസ് എനിക്ക് പറ്റുന്നില്ല, ഇത് ഞാനും ഇതും ഭയങ്കര ദൂരെയാണ്, ഒരിക്കലും എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല, എനിക്ക് ഇതിനോട് നീതി പുലർത്താൻ പറ്റില്ല, അങ്ങനെ തോന്നിയൊരു ഒരു സ്പെസിഫിക് ദിവസമോ അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇവൻസോ ഉണ്ടോ? ചെയ്യുന്നില്ല. ആദ്യ സമയങ്ങളിലൊക്കെ രസമായിരുന്നു ക്യാമ്പിലെ ജീവിതങ്ങൾ. നമുക്ക് ഉത്തരവാദിത്വം, വീട്ടിൽ പോകാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മളൊരു നാട്ടിൻപുറത്തിരിക്കുന്ന കണക്കാണ്. പല സ്വഭാവമുള്ള 100 പേരോളം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് ക്യാമ്പിൻ്റെ അകത്ത്. എന്താ ക്യാമ്പിനകത്ത് സന്തോഷം? ക്യാമ്പിൻ്റെ സന്തോഷം നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ, വൈകിട്ടാകുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയുണ്ട്, അല്ലെങ്കിൽ ക്യാരംസ്, ചെസ്സ്, ഞാൻ പറഞ്ഞ പല രീതിയിലുണ്ട്. പല ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമാക്കാരനായെങ്കിൽ ക്യാമ്പിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബാച്ചിലെ നിതീഷ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. നിതീഷ് എലവേട പുഞ്ചിറ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ഒരാൾ, പിന്നെ എൻ്റെ സീനിയറായിട്ടുള്ള മാറാ ഷായ് സാറ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ കാണാൻ പോക്കുണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ട മണിയാർ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പത്തനംതിട്ട വരെ പോകുമായിരുന്നു. പിന്നെ സിനിമാ സംസാരം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അത് ഞങ്ങൾ എയർ ക്യാമ്പിൽ വന്നപ്പോൾ തുടർന്നു. അതിൻ്റെ ഭാഗമായാണ് ഞാനും ഒക്കെ സിനിമയിൽ വന്നു എന്ന് പറയാവുന്നത്. ആദ്യമായിട്ട് ഇത്തരം കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ്. എൻ്റെ കഥകളല്ല, നമ്മളുടെ ഒരു എക്സർസൈസ് ആയിരുന്നു. ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടത് ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായേനെ, ചിലപ്പോൾ ആ സിനിമ പരാജയപ്പെട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പയ്യെ സിനിമയിലോട്ട് വന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഒരു കാലം എനിക്ക് ഭയങ്കര രസമായിരുന്നു, ഇവരൊക്കെ ഉള്ളതുകൊണ്ടും ക്യാമ്പിൽ നിന്ന്. ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സ്ഥലമാണെന്ന് മനസ്സിലായി. കാരണം ഈ പറയുന്നതാണ് ഡ്യൂട്ടി ടൈം 1, 2 നമ്മൾക്ക് നല്ല കാര്യമൊന്നും കാണുന്നില്ലല്ലോ ലൈഫിൽ. ഒരു പോലീസ് സ്റ്റേഷനിൽ തമാശയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, ചിരി ഉണ്ടാവുകയില്ല. നമുക്ക് ചിരി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളൊരു ആക്ഷൻ ഹീറോ ബിജു എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് നോക്കുന്നവർക്കാണ് ചിരി. അതെ, അതിൻ്റെ അകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം നെഗറ്റീവ് തന്നെയാണല്ലോ. കേൾക്കുന്നതും കാണുന്നതും എല്ലാം നെഗറ്റീവ് തന്നെയാണ്. ഡീൽ ചെയ്യേണ്ടി വരുന്നതും നെഗറ്റീവുകളോടാണ്. അഞ്ചാതെ എന്ന് പറഞ്ഞിട്ട് മിഷ്കിൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയകത്ത് കുറേ കാലത്തിന് ശേഷം നരയൻ പോലീസ് ഓഫീസറാണ്, വീട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അവർ ഈ ചിക്കനും മീനും ഒക്കെ നിരത്തി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഉണ്ണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഉരുട്ടുമ്പോഴേക്കും കോൾ വരികയാണ്, ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ വരണമെന്നുണ്ട്. അപ്പോൾ ചോറ് അവിടെ ഇട്ടുമ്പോഴേക്കും അച്ഛൻ യൂണിഫോമായിട്ട് വരികയാണ്. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ദിവസത്തിൽ നിന്ന് പെട്ടെന്ന് ജോലിക്ക് കയറി വേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു, അക്കാഡമി വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഓണത്തിന് 3 ദിവസം ബ്രേക്ക് ചെയ്യാണ് ട്രെയിനിങ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഓണം കൂടുതൽ ഇതായിരിക്കാം. കറക്റ്റാണ്. ഓണത്തിന് എത്ര പേർക്ക് അവധി കൊടുക്കാൻ പറ്റും? പിന്നീട് അങ്ങോട്ട് നമുക്കൊന്നും അവധി കിട്ടാറില്ല ഓണത്തിനൊന്നും. അല്ലെ ഒരു നല്ല ദിവസങ്ങളിലും അവധി കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം പിന്നീട് നമ്മൾ പോലീസായി കഴിഞ്ഞാൽ പല നമ്മൾ റെസ്ട്രിക്റ്റഡ് ആകാൻ തുടങ്ങും. പണ്ട് ഒരു ഉത്സവപ്പറമ്പിലൊക്കെ പോയി ഗാനമേളയ്ക്കൊക്കെ തുള്ളിക്കൊണ്ട് നടന്ന എനിക്കൊക്കെ പോലീസായതിനു ശേഷം ആ സ്പേസിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്ത് പ്രശ്നം നടന്നാലും നമ്മളതിൻ്റെ അകത്ത് പെട്ടുപോയാൽ നമ്മളാവും പ്രതി എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അപ്പം നമ്മൾ തന്നെ റെസ്റ്റ്, നമ്മുടെ എല്ലാ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മൾ പോലീസിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രീഡം ഇല്ല, അങ്ങനൊരു പ്രശ്നമുണ്ട് പോലീസിന്.